നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. അർജന്റീനിയൻ ആരാധകർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് അർജന്റീനയുടെ ലോകകപ്പ് സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 26 അംഗ സ്ക്വാഡിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവരുടെ കോച്ച് ലയണൽ സ്കലോണി പ്രഖ്യാപനത്തിൽ ചില അത്ഭുതങ്ങൾ, സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ചില ഒഴിവാകലുകൾ അത് പരിക്ക് കാരണം കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ സ്ക്വാഡിനെ ഒന്ന് നോക്കാം. ഗോൾ കീപ്പർമാരായി എമിലിയാനോ മാർട്ടിനസ്, റൂള്ളി, ജുവാൻ മുസോ, ഇങ്ങനെ 3 പേരാണ്. ഡിഫൻഡർമാരായിട്ട് പ്രതിരോധത്തിൽ ലിയോനാർഡോ ബല്ലേഡി, നിക്കോളസ് ടാഗ്ലിയാഫിക്കോ, ഗോൺസാലോ മോണ്ടിയൽ, ലിസാൻഡ്രോ മാർട്ടിനസ്, ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളസ് ഓട്ടമെൻഡി, ഫക്കുണ്ടോ മെഡീന. ഇതൊരു സർപ്രൈസാണ്, മെഡീന. മറ്റൊന്ന് നാഹുൽ മൊളീന. അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഏറ്റവും വലിയ ആബ്സെൻസ് ഇതിലുള്ളത് മാർക്കസ് അക്യൂഞ്ഞയുടേതാണ്. അക്യൂഞ്ഞ പരിക്ക് കാരണം കുറേ കാലമായി അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ 55 അംഗ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ പരിക്ക് മാത്രമാണ് കാരണം അക്യൂഞ്ഞയെ സ്കലോണിക്ക് ഒഴിവാക്കാൻ നിർബന്ധിതനായി അക്യൂഞ്ഞയെ എന്നുള്ളതാണ് സത്യം. അങ്ങനെ അക്യൂഞ്ഞയെ ഒഴിവാക്കേണ്ടി വന്നു. ബാക്കിയെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ അക്യൂഞ്ഞയെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മെഡീന. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ബാക്കായിട്ടും സെൻറ്റർ ബാക്കായിട്ടും അദ്ദേഹത്തിന് കളിക്കാൻ കഴിയും. ആ ഒരു പ്രാധാന്യം പ്രത്യേകിച്ച് അക്യൂഞ്ഞ ഒഴിവാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അക്യൂഞ്ഞ പരിക്ക് കാരണം പുറത്തു പോകുമ്പോൾ മെഡീനയെ ഉൾപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് സ്കലോണി ചെയ്യുകയും ചെയ്തു. ഇനി മിഡ്ഫീൽഡർമാരിലേക്ക് വന്നാൽ ലിയാൻഡ്രോ പരഡൈസ്, റോഡ്രിഗോ ഡി പോൾ, വലന്റിയൻ ബാർക്കോ. ഇത് വളരെ സർപ്രൈസാണ്. ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ബാർക്കോയെ അദ്ദേഹം ഉൾപ്പെടുത്തി. സ്ട്രോസ്ബർഗ് എന്ന ക്ലബിന് വേണ്ടി മികച്ച കളി പുറത്തെടുക്കുന്ന ബാർക്കോയെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സ്കലോണി. മറ്റൊന്ന് ജിയോവാനി ലോ സെൽസോ, പിന്നെ പലാസിയോസ് സ്വാഭാവികം, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മക് അലിസ്റ്റർ. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. ഇനി മുന്നേറ്റ നിരയിലേക്ക് വന്നാൽ ഹൂലിയൻ അൽവാരസ്, ലിയണൽ മെസ്സി, നിക്കോളസ് ഗൊൺസാലസ്, തിയാഗോ അൽമാഡ, ഗിലിയാനോ സിമിയോണി, നിക്കോ പാസ്, ഹോസെ മാനുവൽ ലോപ്പസ്. ഈ അടുത്ത ഒരു സർപ്രൈസ് ഇതാണ്, ഹോസെ മാനുവൽ ലോപ്പസ്. ഇത് അർജന്റീനിയൻ മാധ്യമങ്ങൾ പറയുന്ന സർപ്രൈസുകളാണ്. ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം അർജന്റീനിയൻ മാധ്യമമായ TYC സ്പോർട്സിൻ്റെ അവരുടെ റിപ്പോർട്ടിൽ പറയുന്ന സർപ്രൈസുകളാണ്. ആ സർപ്രൈസുകളിൽ ഒന്ന് ലോപ്പസാണ്. അപ്പോൾ നേരത്തെ ഒന്ന് മെഡീന പറഞ്ഞു, ഒന്ന് ലോപ്പസാണ്. ഇനി ലൗട്ടാറോ മാർട്ടിനസിനെ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ 26 അംഗ ടീമാണ്. 26 അംഗ ടീമിനെ ഒന്നുകൂടി വായിക്കാം. ഗോൾ കീപ്പർമാർ എമിലിയാനോ മാർട്ടിനസ്, റൂള്ളി, ജുവാൻ മുസോ. ഡിഫൻഡർമാർ ലിയോനാർഡോ ബല്ലേഡി, നിക്കോളസ് ടാഗ്ലിയാഫിക്കോ, ഗോൺസാലോ മോണ്ടിയൽ, ലിസാൻഡ്രോ മാർട്ടിനസ്, ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളസ് ഓട്ടമെൻഡി, ഫക്കുണ്ടോ മെഡീന, നൗഹൽ മൊളീന. മിഡ്ഫീൽഡർമാർ ലിയാൻഡ്രോ പരഡേസ്, റോഡ്രിഗോ ഡി പോൾ, വലന്റിയൻ ബാർക്കോ, ജിയോവാനി ലേ സെൽസ്കോ, എക്സിക്കോൾ പലാസിയോസ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മക് അലിസ്റ്റർ. ഫോർവേഡുകൾ ഹൂലിയൻ അൽവാരസ്, ലിയണൽ മെസ്സി, നിക്കോളസ് ഗോൺസാലസ്, തിയാഗോ അൽമാഡ, ജിലിയാനോ സിമിയോണി, നിക്കോ പാസ്, ഹോസെ മാനുവൽ ലോപ്പസ്, ലൗട്ടാറോ മാർട്ടിനസ്. അങ്ങനെ 26 അംഗ ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അർജന്റീനിയൻ ആരാധകരെ ആശ്വാസത്തിൻ്റെ തീരത്തേക്ക് അടുപ്പിച്ചിരിക്കുകയാണ് സ്കലോണി. അവർ ആശങ്കയുടെ മുൾമുനയിലായിരുന്നു. എന്തായാലും വലിയ ഒഴിവാക്കലുകൾ, വലിയ ഇതുണ്ടായില്ല. എന്നാൽ ചില സർപ്രൈസുകൾ, അത് പ്രധാനമായിട്ട് അക്യൂഞ്ഞയുടെയൊക്കെ പരിക്ക് കാരണമൊക്കെ ഉണ്ടായതാണ്. ബാക്കി ചില വലിയ സർപ്രൈസുകളില്ലാതെ, ചില ഇത്തരത്തിലുള്ള ചില സർപ്രൈസുകളല്ലാതെ മറ്റ് പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ ലയണൽ സ്കലോണി അർജന്റീനിയൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. ബ്യൂണ്ടിയയുടെ കാര്യം വിട്ടുപോയി. ബ്യൂണ്ടിയ അവസാന നിമിഷം വരെ ടീമിനുണ്ടാകും, അതായിരിക്കും ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറഞ്ഞിരുന്നു എമിലിയാനോ ബ്യൂണ്ടിയ. പക്ഷെ ബ്യൂണ്ടിയെ സ്കലോണി ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ബ്യൂണ്ടിയ ഒരു പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ ഇല്ലാതായത് ബ്യൂണ്ടിയയാണ്.